ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കൊണ്ടുവരാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉത്തരവിട്ടിരിക്കുകയാണ്. അതിനുള്ള പ്രൊസീജിയറുകളൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. 2003 പരിഷ്കരിച്ച വോട്ടർ പട്ടികയ്ക്ക് ശേഷം ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതായത് സംസ്ഥാനത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും എലിജിബിലിറ്റി അളക്കുന്ന രൂപത്തിലുള്ള പരിശോധനകളൊക്കെയാണ് തുടരാൻ പോകുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തും രാജ്യവ്യാപകമായി പ്രതിപക്ഷമടക്കം ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്ന മാനദണ്ഡങ്ങളിൽ ചില കാലയളവ് വെച്ച് ജനന തീയതി കാണിക്കുന്ന രേഖ സമർപ്പിക്കണം, അച്ഛൻ്റെയോ അമ്മയുടെയോ രേഖ സമർപ്പിക്കണം എന്ന് തുടങ്ങിയ ഒരുപാട് മാനദണ്ഡങ്ങൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഈ വർഷം അവസാനമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, അതിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇങ്ങനെയൊരു സ്പെഷ്യൽ റിവിഷൻ കൊണ്ടുവരാൻ എന്തായിരിക്കും ഇലക്ഷൻ കമ്മീഷനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? അത് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവരുപയോഗിക്കുന്ന വാക്ക് ഇപ്പോൾ സാലിം സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ്. അതിന് കാരണം പറയുന്നത്, ഒന്ന്, നഗരവൽക്കരണത്തിൻ്റെ വേഗം കൂടുന്നു, പിന്നെ കുടിയേറ്റവും കുടിയിറക്കവും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു, അതും വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ പേര് നീക്കുക, പുതിയ വോട്ടർമാരെ ചേർക്കുക. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നൊരു കാര്യം, വിദേശ പൗരത്വമുള്ള ആളുകൾ പട്ടികയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ഈ 5 ഘടകങ്ങൾ വെച്ചാണെങ്കിലും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നൊരു പണിയുടെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വോട്ടർ പട്ടിക ഒരു ഇലക്ഷൻ വരുമ്പോഴല്ല വോട്ടർ പട്ടിക പുതുക്കിക്കൊണ്ട്, വോട്ടർ പട്ടിക എല്ലാ കാലത്തും പുതുക്കുന്ന ഒരു സംഗതിയാണ്. അതായത് ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാകുന്ന ഒരാൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ അയാൾ കൊണ്ട് വോട്ടർ പട്ടികയിൽ അതിന് അപേക്ഷ കൊടുക്കാൻ വെബ്സൈറ്റ് വഴി അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ BLO വഴി അപേക്ഷ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും. ഒരു ഇലക്ഷൻ അടുക്കാറാവുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. എന്നിട്ട് പറയും ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇത്ര തീയതി വരെ അവസരമുണ്ട് എന്ന് പറയും. അപ്പോൾ മരിച്ച ആളുകളുണ്ടെങ്കിൽ അത് അവരുടെ പേര് നീക്കം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. സ്ഥലം മാറി ഒരു മണ്ഡലത്തിൽ നിന്ന് മാറി വേറൊരു മണ്ഡലത്തിലേക്കൊക്കെ താമസിക്കാൻ പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യാൻ അവസരം ഉണ്ടാവും. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കും. ചിലർ മിക്കവാറും ആളുകൾ സ്വമേധയാ ഇത് ചെയ്യും. മരണമൊക്കെ റിപ്പോർട്ട് ചെയ്ത് പേര് ഒഴിവാക്കുക എന്നുള്ളത് ആളുകൾ സ്വമേധയാ ചെയ്യുന്ന കാര്യമാണ്. അതൊരു സ്വമേധയാ ചെയ്യും. കുടുംബാംഗങ്ങൾ സ്വമേധയാ ചെയ്യും. പുതിയ ആളുകളെ ചേർക്കണമെങ്കിൽ അവർ ചെയ്യും. അല്ലാത്ത ആളുകളെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചേർക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് പറയും, കോൺഗ്രസിൻ്റെ നേതാക്കളിടയ്ക്ക് ഞങ്ങൾ 8000 വോട്ട് പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വെച്ചാൽ ആ ഇനീഷ്യേറ്റീവ് അവർ ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇത് രാജ്യവ്യാപകമായിട്ട് നടക്കുന്നൊരു പണിയാണ്. അപ്പോൾ ഒരു എലക്ഷൻ ആവുമ്പോൾ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ എലക്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് വയ്ക്കുകയും ആ തീയതിക്കുള്ളിൽ വോട്ടർ പട്ടിക പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ള പണിയാണ് ചെയ്യുക. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതായത് ഈ കുടിയിറക്കവും കുടിയേറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കപ്പെടും. അതുപോലെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ വോട്ടർ പട്ടികയിൽ ചേരും. മരിച്ചുപോയ ആളുകളുണ്ടെങ്കിൽ അവരൊഴിവാകും, പുതിയ വോട്ടർമാരുടെ ഒഴിവാകും. വിദേശ പൗരത്വമുള്ള ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടുക എന്ന് പറയുന്നത് സാധ്യമല്ലല്ലോ ഇന്ത്യയിൽ. കാരണം വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണല്ലോ, ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ വോട്ടർ പട്ടികയിൽ ഇടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അസാധ്യമായിരുന്നു. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാനുള്ള സംവിധാനം ഓൾറെഡി ഇപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ നിയമം തന്നെ നിർമ്മിച്ചു വെച്ചൊരു രാജ്യമാണ്. അപ്പോൾ ഇതൊക്കെ നിൽക്കെ പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനൊരു അതിതീവ്ര യജ്ഞം ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത് പൈലറ്റ് പ്രോജക്റ്റായിട്ട് ബീഹാറിൽ തുടങ്ങുകയാണ്, ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് വരും എന്ന് പറയുന്നു. അതുമാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളാണ് ഇവരൊക്കെ. അന്ന് ഇവരുടെ വോട്ടർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ അതിതീവ്ര നഗരവൽക്കരണത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും ഒരു വേവലാതിയും ഇലക്ഷൻ കമ്മീഷനുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പം എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വളരെ ഗൗരവമായിട്ട് ഉന്നയിക്കുന്നുണ്ട്, പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അവരിതിനെ കാണുന്നത് ഈ പൗരത്വ പട്ടിക, ദേശീയ പൗരത്വ പട്ടിക തയ്യാറാക്കാൻ അത് CAA-യുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ദേശീയ പൗരത്വ പട്ടിക വരുന്നത്. അസമിലെ ഉദാഹരണമായിട്ട്, അസമിലെ ഇതിന് സമാനമായിട്ട്. അപ്പോൾ അതിൻ്റെ
ഒരു നടപ്പാക്കൽ ഏജൻസിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറുകയാണോ എന്നുള്ള വിമർശനമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്ക്ഡോർ NRC എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പലരും, എനിക്ക് തോന്നുന്നു ഡെറിക് ഒബ്രിയൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ അദ്ദേഹമാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് തോന്നുന്നു. അതായത് NRC നടപ്പാക്കാനുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടൂളായിട്ട് ഇലക്ഷൻ കമ്മീഷനെ മാറ്റുക. ഇലക്ഷൻ കമ്മീഷൻ ഇത് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ബീഹാറിൽ കൊണ്ടുവന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നത് അടുത്ത വർഷം വെസ്റ്റ് ബംഗാളിലും കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടേക്ക് ഇത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഈ വർഷം അവസാനം മുതൽ ആരംഭിക്കും. ഇത് ആദ്യം തുടങ്ങുന്നത് ബീഹാറിൽ ആദ്യം ഈ വർഷം തന്നെ കൊണ്ടാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യവ്യാപകമായി ഈ ഒരു ബാക്ക്ഡോർ NRCക്കുള്ള പ്രൊജക്റ്റ് ഒരുങ്ങുകയാണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 2003 ഇതുപോലെ ഒരു പരിഷ്കരണം വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. നടന്നിട്ടുണ്ടാവുമായിരിക്കാം ചിലപ്പോൾ. അന്ന് പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയോ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി നിർമ്മാണമോ ഇതൊന്നും അജണ്ടയിലില്ലാത്തൊരു കാലത്താണ്. 2003 അങ്ങനെ നടന്നിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഈ തോതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. നമ്മൾ എവിടെ അന്വേഷിച്ചിട്ടും അതിനൊരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെ നടന്നതായിട്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകൾ, വോട്ടർ പട്ടികയിലുള്ളവർ മുമ്പ് ജനിച്ച ആളുകൾ, അവർ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിട്ട് അവർ ഞങ്ങൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ യോഗ്യരാണ് എന്ന് തെളിയിക്കണം. 1987 ജൂലൈ 1 മുതൽ 2004 ഡിസംബർ 2 വരെ വരെയുള്ള ആളുകൾ ജനിച്ച തീയതി, ജനിച്ച സ്ഥലം ഇത് തെളിയിക്കുന്ന ഡോക്യുമെൻ്റ്, ഒപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളുടെ ഈ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ, ഇത് രണ്ടും ഹാജരാക്കിയിട്ട് ഞങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ യോഗ്യരാണ് എന്ന് തെളിയിക്കണം. ഈ 2004 ഡിസംബർ 2 ശേഷം ഇതുവരെ ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ വച്ചിരിക്കുന്നത് നാളെ ജൂലൈ 1 2025 ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിരുന്നത്. അതുവരെ അന്ന് 18 വയസ്സ് പൂർത്തിയാവുന്നവർക്ക് ഈ ഇലക്ടറൽ റോളിൽ ഇടം നേടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ആളുകൾ സ്വന്തം വ്യക്തി വോട്ടർ പട്ടികയിലുള്ള ആൾ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ചേരാൻ പോകുന്ന ആൾ അവരുടെ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് മാത്രം പോരാ, മാതാപിതാക്കൾ രണ്ടുപേരുടെയും ജനനസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതാണ്ട് NRCക്ക് തുല്യമായിട്ടുള്ളൊരു പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ മനുഷ്യരുടെ മുഴുവൻ ജനനത്തീയതിയും സ്ഥലം തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് ഭരണകൂടത്തിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് നമുക്കറിയാം. അവർ ഈ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ള പല ആളുകൾക്കും ചിലപ്പോൾ അവരുടെ ജനനത്തീയതിയോ ജനനസ്ഥലമോ ഒക്കെ തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല കൈവശം, പല കാരണങ്ങളാൽ. ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, ചിലത് ദ്രവിച്ചു പോയിട്ടുണ്ടാവും. ചിലർക്ക് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാലത്ത് ഈ ഡോക്യുമെൻ്റ് അവരുടെ കൈവശം ഇല്ലാതെ പോലും ഉണ്ടാവാം. കാരണം അത് എന്താ പറയുക, അന്നത്തെ ഒരു സംവിധാനം അനുസരിച്ച് അവിടെ ജനിച്ചു വളർന്ന മനുഷ്യന്മാരാണുള്ളവരൊക്കെ. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ആളുകളായതുകൊണ്ടൊക്കെ ചിലപ്പോൾ വോട്ടർ പട്ടികയിൽ പേര്, പിന്നെ വോട്ടർ പട്ടിക ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആക്കിയിട്ട് മറ്റ് ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കിയെടുത്ത മനുഷ്യന്മാർ വരെ ഇതിലുണ്ടാവും. അങ്ങനെ പല ആളുകൾ ഇതിൽ നിന്ന് ഒരുപക്ഷെ പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ അകത്തുള്ള അപകടം. അങ്ങനെ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പാസ്സാക്കി വെച്ചിരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഏത് പൗരത്വ നിയമ ഭേദഗതിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ വന്ന മുസ്ലിം ഇതരരായിട്ടുള്ള സകല ആളുകൾക്കും പൗരത്വം കൊടുക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വന്ന മുസ്ലിങ്ങളായ മനുഷ്യന്മാർ ഈ ഡോക്യുമെൻ്റ് ഇല്ലാതിരിക്കുകയും അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടെ പോകും? അവരുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും ഇന്ത്യ മഹാരാജ്യത്ത്? ഈ ക്വസ്റ്റ്യനാണ്. അവിടേക്കാണ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പണിയെടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ CAA ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെട്ടുള്ള നിയമ പോരാട്ടം അവിടെ നടക്കുകയാണ്. അപ്പോൾ അതിന് ചട്ടങ്ങൾ ഉണ്ടാക്കില്ല എന്ന് സുപ്രീം കോടതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഇടയ്ക്ക് ഞങ്ങൾ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകണു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇത് ചട്ടങ്ങളൊന്നും ഉണ്ടാക്കണ്ട, പൗരത്വ ഭേദഗതി നിയമത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കണ്ട, ദേശീയ പൗരത്വ രജിസ്റ്റർ നിർമ്മാണം അല്ലെങ്കിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രിയോ നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രിയോ ഒന്നും നിർമ്മിക്കേണ്ട.
ഇത് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് പാരലലി വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കും. ഒരു പ്രയാസമില്ലാതെ കുറേ ആളുകളിവിടെ പൗരത്വ രേഖയില്ലാത്തവരായിട്ട് ഇങ്ങനെ നിൽക്കും. ഇവരൊക്കെ വിദേശത്ത് നിന്ന് കുടിയേറിയവരാണ്, അല്ലെങ്കിൽ മുൻകാലത്ത് വിദേശത്ത് നിന്ന് കുടിയേറി ഇവിടെ താമസമാക്കിയവരുടെ പിന്മുറക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കും. ഇതാണ് ഇതിൻ്റെ പണി. ഇതൊരു ചെറിയ കളിയല്ല, ഇതൊരു സീരിയസ് സംഗതിയാണ്. അതിനെ ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ അതിന് നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നതിന് ശേഷമാണെങ്കിലൊക്കെ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ലോക്സഭയിലടക്കം ഉന്നയിക്കുന്നത് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് പലപ്പോഴും ആരോപിക്കുന്ന കാര്യമാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ രാജ്യവ്യാപകമായി ഇങ്ങനെയുള്ള പരിഷ്കാരം കൊണ്ടുവരാൻ ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ക്രമക്കേടുണ്ട് എന്ന് അംഗീകരിക്കുകയും എന്നാൽ അതിന് കൊണ്ടുവന്ന രീതി അത് രോഗത്തേക്കാൾ വലിയ മോശമായ ചികിത്സയായി പോയി എന്ന രൂപത്തിലേക്ക് ആയി മാറിയിട്ടുണ്ടോ? അതായത് ക്രമക്കേടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അംഗീകരിക്കുകയല്ലേ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? അല്ല, അതിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരോപിക്കപ്പെടുന്ന ക്രമക്കേട് എന്താ? ഒന്ന്, പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പോൾ ചെയ്ത അത്രയും വോട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. ഇലക്ഷൻ വോട്ട് EVM എന്ന് പറയുന്ന യന്ത്രത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഇത് കൃത്യമായി മനസ്സിലാക്കാൻ VVPATകൾ പൂർണ്ണമായി എണ്ണണം എന്നുള്ളൊരാവശ്യം ഒരു ഭാഗത്തുണ്ട്. അതാണ് ഒരു ക്രമക്കേടായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. മറ്റത് മഹാരാഷ്ട്ര അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉന്നയിക്കപ്പെട്ട ആരോപണം കൃത്രിമമായ ആളുകളെ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 1-2 മാസം മുമ്പ് ചേർക്കുന്നു. ആ സമയത്ത് കുറേ ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നു. അത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അവർ ആ സമയത്ത് അവർ ജയിക്കേണ്ട മണ്ഡലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവർ ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളിലൊക്കെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് ചേർക്കുകയും ആ വോട്ട് റീപ്പ് ചെയ്തിട്ട് ഇലക്ഷൻ ജയിക്കുകയും പിന്നെ ഇതേ ആളുകളെ അടുത്ത ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി അവിടെ ചേർക്കുകയും അവിടെ വോട്ടെടുപ്പിൻ്റെ ഭാഗമാക്കുകയും അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് സീരിയസ് ആയിട്ടുള്ള അലിഗേഷനായിട്ട് നിൽക്കുന്നത്. അത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ അത് നടന്നിട്ടുണ്ട് എന്ന് അവർ പല മണ്ഡലങ്ങളിലെയും ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ചേർത്ത വോട്ടിൻ്റെ എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. അത് വേറെ തന്നെ ഒരു സിനാരിയോ ആണ്. ഇത് വേറെ തന്നെ സിനാരിയോ. ഇത് കുറേ കൂടെ ഗുരുതര സ്വഭാവമുള്ളൊരു പ്രശ്നമാണ്. അത് എന്നുവെച്ചാൽ ഇത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തിരുത്താൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തിരുത്തണമെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ഷന് മുമ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടോ ഇല്ലയോ? ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ അതോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു. ഈ ഇരട്ട വോട്ടർമാരുടെ എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു അലിഗേഷൻ കേരളത്തിൽ വന്നു, ഇല്ലേ? കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത് താരതമ്യം ചെയ്തുകൊണ്ട് 2 മണ്ഡലങ്ങളിലെ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിലെ വോട്ടർ പട്ടിക താരതമ്യം ചെയ്തിട്ട് ഒരേ വോട്ടർ പല സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ ഒരേ വോട്ടറുടെ പേര് ചെറിയ വ്യത്യാസത്തിന് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള അലിഗേഷൻ വന്നു. ഈ അലിഗേഷൻ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുകയും കുറേ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യുകയും ചെയ്തു ഇലക്ഷന് മുമ്പേ തന്നെ. അപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ വേറെ സംവിധാനങ്ങളുണ്ട്, വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കാവുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വോട്ടർ പട്ടികയുടെ പകർപ്പ് കൊടുക്കുന്നത് ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് നോക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. അവർക്കിത് വേഗം മനസ്സിലാവും. കാരണം വെച്ചാൽ താഴെത്തലത്തിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കറിയാം ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ 1200 വോട്ടർമാരുണ്ടെങ്കിൽ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിൽ ഇവിടെ താമസിക്കാത്ത ആളുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഈ ക്രമക്കേട് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. ആ ക്രമക്കേട് കണ്ടുപിടിക്കാനല്ല ഈ പണി ചെയ്യുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഡെലിബറേറ്റായിട്ട് കുറേ പേരെ ഒഴിവാക്കാൻ സാധിക്കുമോ ഇല്ലയോ? അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അവരുടെ പൗരത്വം ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെക്കാൻ സാധിക്കുമോ ഇല്ലയോ? അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ബീഹാറിലെ വോട്ടർ പട്ടിക ഈ വിധത്തിൽ പരിഷ്കരിക്കുകയും ഒരു 1000-1500 പേര് വിദേശികളായിട്ടുള്ള മനുഷ്യന്മാരുടെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയും എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇവർക്കൊന്നും ചിലപ്പോൾ ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ സാധിക്കില്ല. 3-4 തലമുറയായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന പല ആളുകൾക്കും അവരുടെ ബേസിക് ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ സാധിക്കില്ല. കാരണം അഡ്രസ്സ് പോലും ഇല്ലാത്ത മനുഷ്യന്മാർ ധാരാളമുള്ള രാജ്യമാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹാജരാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരെ കൊണ്ട് കാണിക്കാം, ഇത്രയും പേരിവിടെ ഇല്ലീഗലായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാം. ഇത് വെച്ചുകൊണ്ട്
വേണമെങ്കിൽ സർക്കാരിന് NRC നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ദേശീയ തലത്തിൽ. വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് കോടതിക്ക് മുമ്പാകെ ഇതാണ് ഞങ്ങളുടെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ലീഗലി നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്റായിട്ട് അത് ഹാജരാക്കാൻ സാധിക്കും. ഈ അപകടം അവിടെയുണ്ട്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്നുള്ളത് പോലെ അല്ല ഇപ്പോൾ ഈ എന്താ പറയുക സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ അതന്നെ SIR എന്ന് പറയുന്ന ഈ പണിയെ ഈ ക്രമക്കേട് തിരുത്താനുള്ളതല്ല, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളല്ല, അതിഗൗരവമുള്ള ഒരു ഇഷ്യൂ ആയിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള ഗൂഢപദ്ധതിയുടെ തുടർച്ചയായിട്ട് വേണം നമ്മളിതിനെ കാണാനായിട്ട്. ഇപ്പോൾ ബീഹാറിൻ്റെ സവിശേഷ സാഹചര്യം എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ മാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ ഒരു എന്യൂമറേഷൻ ഫോം കൊടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ 1 മുതൽ ജൂലൈ 25 വരെ മാത്രമാണ്. അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ബീഹാറിൽ ഒരു 37% ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയായി ഇത് മാറും എന്നൊക്കെയാണ്. അതായത് ഈ 25 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ രേഖകൾ സമർപ്പിക്കണം. അതിനുവേണ്ടി 10,000-കണക്കിന് ബൂത്ത് ലെവൽ ഓഫീസർമാരെ വരെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ വീടുകൾ തോറും കയറിറങ്ങി നടത്തും, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്ത് വോട്ടർ പട്ടിക അത് സുതാര്യമാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നു. മറുവശത്ത് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇതിൽ ഒരുപാട് ജുഗാടുകൾ നടക്കുമെന്നതിൽ ഒരു സംശയമില്ല. 25 ദിവസം കൊണ്ട് ഇത്ര കോടിക്കണക്കിന് ആളുകളുടെ ഡാറ്റ എങ്ങനെ 7.73 കോടിയാണ് ബീഹാറിലെ വോട്ടർ പോപ്പുലേഷനായിട്ട് ഇപ്പൊ കണക്കാക്കിയിരിക്കുന്നത്. അതിന് വെരിഫിക്കേഷൻ ഒക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് ട്രാൻസ്പെറൻസിയെ അതിനുവേണ്ടി വാദിക്കുകയും മറുഭാഗത്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുകയും ചെയ്യുന്നു. ഈ ഒരു എങ്ങനെയാ ഇലക്ഷൻ അല്ല, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇത് സിൻസിയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതേ ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഏതാണ്ട് 1 വർഷം മുമ്പ് ഇതേ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പില്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയണ്ടേ? അതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ന്യായം എത്രയേ ഉള്ളൂ. അതായത് നഗരവൽക്കരണം കൂടുന്നു. ഇപ്പോൾ 1 വർഷം കൊണ്ട് എന്തുമാത്രം നഗരവൽക്കരണം കൂടും എന്ന് മനസ്സിലാകാത്ത ആളുകളൊന്നുമല്ലോ നമ്മൾ. നഗരവൽക്കരണം എങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ കുടിയേറ്റവും കുടിയിറക്കവും, അതായത് ആളുകൾ നഗരത്തിലേക്ക് താമസിക്കാൻ വരുന്നു, അല്ലെങ്കിൽ പുതിയ നഗരത്തിലേക്ക് താമസം മാറ്റി പോകുന്നു. ഇതും എല്ലാ കാലത്തും സംഭവിക്കുന്ന, ഇതും എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും മുമ്പ് വോട്ടർ പട്ടിക റിവൈസ് ചെയ്യുമ്പോൾ ഇതിൽ കുറേ എണ്ണം, എന്നാലും കുറേ എണ്ണം അവിടെ ഉണ്ടാവും. ഒരു കംപ്ലീറ്റ് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു വോട്ടർ പട്ടിക ഒരു കാലത്തും ഉണ്ടാവില്ല. അതിപ്പോൾ ഇത് കഴിഞ്ഞാലും ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനു വേണ്ടി വോട്ടർ പട്ടിക ഫുൾ പ്രൂഫ് ആക്കാനുള്ള പണിയല്ല ഇത് എന്നുള്ളത് വ്യക്തമാണ്. എങ്കിൽ പോലും ഇത് കഴിഞ്ഞാലും ഉണ്ടാവില്ല. അപ്പോൾ ഇതല്ല അതിൻ്റെ ലക്ഷ്യം, ഇതല്ല അതിൻ്റെ രീതിയും. അപ്പോൾ ഈ ഒരു വേറൊരു നിലയ്ക്ക് നടപ്പാക്കാൻ കഴിയാത്തൊരു സംഗതി അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കുക. ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടി തന്നെ എത്രയോ ഇതായിട്ട് ഇപ്പോൾ തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ബീഹാറിൽ എന്നാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് BJPയുടെ IT സെല്ലിലെ ഭാരവാഹികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്ന് തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. വെറുതെ പറയുന്നതല്ല. കാരണം കർണാടകയിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് BJPയുടെ ഇപ്പോൾ MP ആയിരിക്കുന്ന തേജസ്വി സൂര്യയാണെന്ന് തോന്നുന്നു, അയാൾ ട്വീറ്റ് ചെയ്തു ഇന്ന ദിവസമാണ് പോൾ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അത് വിവാദമായപ്പോൾ അത് വിഡ്രോ ചെയ്തു. ഇലക്ഷൻ അനൗൺസ് ചെയ്തപ്പോൾ, ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഏതാണ്ട് അതിനോട് അടുക്കപ്പിടിച്ചായിരുന്നു. ഒരു പക്ഷേ ഇത് മുൻകൂട്ടി ട്വീറ്റ് ചെയ്തുകൊണ്ട് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇലക്ഷൻ കമ്മീഷൻ മാറ്റിയതും ആകാം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എത്ര പരാതികളാണ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും സമർപ്പിക്കപ്പെട്ടത്. ഒരു പരാതിയിൽ പോലും ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷൻ എടുത്തില്ലല്ലോ. അവർ വളരെ എന്താ പറയുക പാസീവായിട്ടാണ് അതിനെയൊക്കെ സമീപിച്ചത്. അവർക്ക് അതിനൊക്കെയുള്ള അധികാരമുണ്ട് എന്നുള്ള മട്ടിലാണ് അതിനെ സമീപിക്കുന്നത്. ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ വെരി ഇൻറ്റഗ്രിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുപോലെ കമ്മീഷണർമാരെ മാറ്റുന്നത്. ഇപ്പോൾ അശോക് ലവാസ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പോയത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുമ്പോൾ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ സതീഷ് ചന്ദ്രയുടെ കാര്യത്തിലാണെങ്കിൽ അയാൾ യോഗി ആദിത്യനാഥ് മിനിസ്ട്രിയിൽ ചീഫ് സെക്രട്ടറിയായി ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. അയാളെയാണ് പിടിച്ചിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഹാൻഡായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ടകൾ നടപ്പാക്കി കൊടുക്കുക എന്നുള്ള പണിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കാലങ്ങളിലൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയാണ് ഇതെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് സംശയിക്കേണ്ടി വരും. അത് ഈ പണി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മമതാ ബാനർജി അതുകൊണ്ടാണ് പറയുന്നത് ഇത് ബീഹാറിനെ ലക്ഷ്യമിട്ടുള്ളതല്ല, പ്രധാനമായും ബംഗാളിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഓപ്പറേഷൻ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ബംഗാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് സീരിയസ് ഇഷ്യൂ ആവും. അവിടെ ബീഹാറിൻ്റെ ഒരു ചെറിയ ഭാഗം നേപ്പാളിൽ വരുന്നുള്ളൂ. പക്ഷേ
അതെ. അപ്പോൾ ബംഗാൾ അങ്ങനെയല്ല, ബംഗാളിൽ ഈ പ്രോബ്ലം അവിടെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ബംഗാളിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വളഞ്ഞ വഴിയിലൂടെ, അല്ലെങ്കിൽ ഇതായിരിക്കും അവരുദ്ദേശിക്കുന്ന നേരായ വഴി, ഈ NRCയും CAയുടെ ഭേദഗതിയുടെ അവരുദ്ദേശിക്കുന്ന ഗുണമെടുക്കലും നടപ്പാക്കാനുള്ളൊരു വഴി. അതെ. യെസ്. ബീഹാറിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചുറ്റുപാട് കൂടി പരിഗണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അങ്ങനെ ചില അലിഗേഷൻ കൂടി ഞാൻ വായിക്കാനിടയായി ഈ ഒരു സാഹചര്യം ഇത് പഠിച്ച സമയത്ത്. അതായത് BJP നടത്തിയ ഒരു സർവേയിൽ ഇത്തവണ NDAക്ക് അധികാരം കിട്ടാൻ സാധ്യതയില്ല, മഹാഗഡ്ബന്ധൻ ബീഹാറിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ്രുതഗതിയിൽ ഒരു സ്ട്രാറ്റജി വേണം, അതിന് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കാം എന്നൊരു ചിന്ത ഒരുപക്ഷെ ഈ BJP ഈ ഇലക്ഷൻ കമ്മീഷൻ ബാന്ധവത്തിൽ നിന്ന് ഉടലെടുത്തൊരു തന്ത്രമായിരിക്കും അത്. അതിനും സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് BJPയും JDU സഖ്യം വലിയ തോതിൽ സീറ്റുകൾ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതേ സിനാരിയോ ആയിക്കൊള്ളണമെന്നില്ല ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. തൊട്ടുമുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് മറ്റേ കോൺഗ്രസ് RJD സഖ്യം ഒരു ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. തേജസ്വി ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. കുറഞ്ഞ കാലം ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഭരണ നേതൃത്വത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ബീഹാർ ജനതയോട് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ആ ചെറുപ്പക്കാരൻ. അപ്പോൾ അയാളുടെ ഒരു സ്വാധീനം വലിയ തോതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമാണ് ബീഹാറിൽ. നിതീഷ് കുമാറിൻ്റെ വിശ്വാസ്യതയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മാറാം, എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം. ഈ അവസ്ഥ ഇത് കുറേ കാലം ആളുകൾ സഹിക്കും. അത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് എന്താ പറയുക, ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഹസനമായിട്ടോ ഒക്കെ തോന്നാൻ തുടങ്ങും. ബീഹാറിലെ ജനങ്ങൾക്ക് അത് തോന്നി തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പല കാരണങ്ങളാൽ ഒരുപക്ഷെ BJP JDU സഖ്യം അധികാരത്തിൽ തിരിച്ചു വരാനുള്ളൊരു സാധ്യത ചുരുങ്ങുന്നുണ്ടാവും. അത് മാത്രമല്ല, ബീഹാറിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം റിസൾട്ട് BJPക്ക് കേവല ഭൂരിപക്ഷം നൽകാത്തതായിരുന്നല്ലോ. അപ്പോൾ ബീഹാറിലെ ജനങ്ങൾക്കും ഈ പറയുന്ന ഒരു ഓറ ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കരുത്തുള്ള നേതാവ്, പിന്നെ 2025 ആകുമ്പോഴത്തേക്കും ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൽ കുറേ വിള്ളലുകൾ വീണിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ. ഡൽഹി പിടിച്ച മാതിരിയല്ല. ഡൽഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരവും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഡൽഹി പിടിക്കുന്നത്. ഇതേ ഇമോഷൻ ബീഹാറിലുണ്ടാവും. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ടാവും. ആ വികാരത്തെ ഉപയോഗപ്പെടുത്താനും ഒരു നല്ല കോയലേഷൻ ഫോം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനും RJD, കോൺഗ്രസ്, ലെഫ്റ്റ് അവിടെ അങ്ങനെയാണ് ലെഫ്റ്റ് പാർട്ടികളോട് ചേരുന്നൊരു സഖ്യമാണ്. ആ സഖ്യത്തിന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ OIC സെപ്പറേറ്റ് മത്സരിച്ച് ചില മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും RJD സ്ഥാനാർത്ഥികളും തോക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല കോയലേഷനായിട്ട് വരികയും അവരെ ഒന്നിച്ചൊരു പ്രചരണം നയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സീൻ മാറും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി മാറും. മാത്രമല്ല, ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടൊരു സംസ്ഥാനമാണ്. നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ കൊണ്ട് മാത്രം ബീഹാർ ജയിച്ചുകൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആ തിരിച്ചറിവ് അവർക്കുണ്ടാവും. അതുകൊണ്ടുകൂടി ആയിരിക്കും ഈ പണിക്കിറങ്ങുന്നത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ അവരുടെ സിസ്റ്റം വഴി അവരുടെ വോട്ടർമാരെന്ന് ഉറപ്പുള്ള ആളുകളെ മുഴുവൻ ഒരുപക്ഷെ വോട്ടർ പട്ടിക ചേർക്കും. അപ്പം പുറത്തു പോവുക ഒരുപക്ഷെ ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളായിരിക്കും. അത് ടാർഗറ്റഡ് ആയിരിക്കും. സീൻ മാറാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം അടയ്ക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഇതിനകത്തുണ്ടാവും. അതിനേക്കാൾ അപകടം ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പൗരത്വ പട്ടിക നിർമ്മാണത്തിൻ്റെ തുടക്കമായിട്ട് ഇത് മാറാം. ഇതിനിപ്പോൾ ബീഹാറിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത 4 സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം, ഇനി ഇലക്ഷന് പോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വരും. അത് വരുമ്പോൾ പട്ടിക നിർമ്മാണം മാത്രമായിരിക്കില്ല നടക്കുക, അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സംഘർഷങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോകാം. ഇപ്പോൾ ബംഗാളിലൊക്കെ അതിലേക്ക് പോകാം. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടെ BJPയുടെയും ലക്ഷ്യമായിരിക്കും. അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും ഈ പണി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ അത് സുതാര്യമാക്കേണ്ടതിൻ്റെ, വോട്ടർ പട്ടിക സുതാര്യമാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അത് ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. അതിനുവേണ്ടിയാവണം
വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ SIR അല്ലേ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, ഇതിൻ്റെ ലക്ഷ്യം, ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്തൊക്കെയാണ് എന്ന് ഇനി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനുവേണ്ടി കൊണ്ടുവന്ന മാനദണ്ഡങ്ങൾ, ടൈം ഫ്രെയിം എല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ് പൗരത്വ പട്ടികയുമായി ബന്ധപ്പെടുത്തി. അതൊരു ബാക്ക്ഡോർ NRC ആകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.